എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന UDF അധികാരത്തിൽ വന്നിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു. ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ്. പഞ്ചായത്തുകളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും ഒരു വീടിന് ഇനി 5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരില്ല. LDF സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ലൈഫ് മിഷൻ നിർത്താൻ വേണ്ടി പോകുന്നു. ലൈഫ് മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്നതാണ് എന്ന് UDF സർക്കാർ വിലയിരുത്തി. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഗ്രാമസഭകൾക്കുള്ള അധികാരം ലൈഫ് മിഷൻ കവരുന്നു എന്ന് സർക്കാർ പറയുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ വിലയിരുത്തലും വീഡിയോകളും മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ കാര്യം നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഓരോ വാർഡ് മെമ്പറുമായിരുന്നു ആ വാർഡിൽ ആർക്ക് വീട് നൽകണം എന്ന് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടാണെങ്കിലും വീട് ലഭിച്ചിരുന്നു. ലൈഫ് മിഷൻ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് പല ആളുകൾക്കും 5 വർഷത്തിലധികം വീടിന് വേണ്ടി കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. 2020 അപേക്ഷയിലാണ് ഇപ്പോഴും വീട് കിട്ടുന്നത്. അപേക്ഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ വിലയല്ല ഇപ്പോഴുള്ളത്. അങ്ങനെ അത്രയും കാലം കാത്തിരിക്കണം. പിന്നെ അപേക്ഷ നൽകിയിട്ട് പല തവണ കാത്തിരുന്ന് പല അന്വേഷണങ്ങളും നടത്തിയാലേ വീട് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടി സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അത് കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത ഭവന പദ്ധതി എന്നാണ് വിളിക്കുന്നത് അന്ന് വരെ കാത്തിരിക്കണം. എന്നാൽ പഞ്ചായത്തുകൾക്ക് അധികാരം ഉണ്ടാകുകയാണ് എങ്കിൽ ഓരോ വർഷവും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അപേക്ഷ നൽകാൻ വേണ്ടി കഴിയും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പദ്ധതി ഇങ്ങനെ, അതായത് ലൈഫ് മിഷൻ നിർത്തിയിട്ട് UDF സർക്കാർ പുതിയ പദ്ധതി പഞ്ചായത്തുകൾക്ക് പഴയതുപോലെ അധികാരം നൽകുന്ന പദ്ധതി കൊണ്ടുവരികയാണ് എങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയായിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഗ്രാമസഭകൾക്കും പൂർണ്ണ പങ്കാളിത്തമുള്ള ഭവന പദ്ധതി ആരംഭിക്കാനാണ് UDF സർക്കാരിന്റെ നീക്കം. തദ്ദേശ വകുപ്പ് ഇതിനായി നടപടി തുടങ്ങിയിട്ടുണ്ട്. ഭവന പദ്ധതികളെല്ലാം സംയോജിപ്പിച്ച് 2017 LDF സർക്കാർ ലൈഫ് മിഷൻ ആരംഭിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ മത്സ്യവകുപ്പിന്റെയും ഭവന നിർമ്മാണ പദ്ധതികളെ എല്ലാം സംയോജിപ്പിച്ചാണ് ലൈഫ് മിഷന്റെ കീഴിൽ ഒറ്റ പദ്ധതിയാക്കി മാറ്റിയത്. 1ാം പിണറായി സർക്കാർ 2017 കൊണ്ട് ലൈഫ് മിഷൻ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗ്രാമസഭകളുടെയും അധികാരം കവർന്നു എന്നും വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫ് മിഷൻ നിർത്തലുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ മെയ് മാസത്തേത് 2000 രൂപയുടെ വിതരണം 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നാണ് നമ്മൾ നിങ്ങളെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മുമ്പ്, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ പോലെ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഉത്തരവല്ല ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ടില്ല. എന്തായാലും 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നുള്ളതാണ് അതിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെയാണ്: 2026 മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. 19/5/2026 ഉത്തരവ്. ഉത്തരവ് പറയുന്ന പ്രകാരം ഇലക്ഷന് മുമ്പ് 3-ാം മാസം, അതായത് മാർച്ച് 2-ാം തീയതിയും 15-ാം തീയതിയും 2 ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവുകളുടെ തുടർച്ചയായി 2026 മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ്. ഇപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രപ്പോസൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ലഭ്യമാക്കുന്ന മുറയ്ക്കും ക്ഷേമനിധി ബോർഡുകളുടെ കാര്യത്തിൽ സേവനയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും മെയ് 25 മുതലുള്ള പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. വൈകുന്നേരത്തോട് കൂടിയിട്ട്, തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും തുക എത്തിച്ചേരുക. അതേസമയം കയ്യിൽ വിതരണം പെരുന്നാളിന് ശേഷമായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. ട്രഷറി മുഖാന്തരം ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട്. ബാങ്ക് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണം ട്രഷറി മുഖാന്തരം എത്തേണ്ടതുണ്ട്. അത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ എത്തുകയാണെങ്കിൽ മാത്രമേ പെരുന്നാളിന് മുമ്പ് പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അത് ചൊവ്വാഴ്ച കിട്ടുകയാണ് എങ്കിൽ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. ഇല്ല എങ്കിൽ വ്യാഴാഴ്ച പൊതു അവധിയാണ്. അതിനുശേഷമായിരിക്കും ആ ഒരു തുക ലഭിക്കുക. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ലഭിക്കുന്നില്ല. 3000 രൂപയുടെ വർധനവ് അത് 5 വർഷം കൊണ്ടാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വാഗ്ദാനം അങ്ങനെയാണ്. ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക. അല്ലാതെ 3000 ഒറ്റയടിക്ക് തരുന്നതല്ല രീതി.
അത് LDF സർക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2500 പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 2000 രൂപ വരെയാണ് LDF സർക്കാരിന് എത്തിക്കാൻ കഴിഞ്ഞത്. അത് ഘട്ടങ്ങളായിട്ടല്ല കൂട്ടിയത്. പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായി കൊണ്ട് 400 രൂപ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഒരു വർധനവ് ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് 1600 നിന്നും 2000 എത്തിച്ചത്. അപ്പോൾ ഈ ഒരു സർക്കാരും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും വർധനവ് ഉണ്ടാകുക. ബജറ്റുകളിൽ 100, 200 ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 3000 എത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനവ് ഉണ്ടാകുക. അല്ലാതെ തുടർന്ന് നിലവിൽ അല്ലാതെ അധികാരത്തിൽ വന്നത് ഉടൻ തന്നെ 3000 എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും 2000 രൂപ മുടങ്ങാതെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ പ്രഖ്യാപനങ്ങളാണ് അധികാരം ഏറ്റ ഉടൻ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് 3000 രൂപ അധികരിപ്പിച്ചതും പാചക തൊഴിലാളികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കെല്ലാം 1000 രൂപ കൂട്ടിയതൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15 മുതലാണ് ആരംഭിക്കുക. 2 രേഖകളാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും സമർപ്പിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അത് സമർപ്പിക്കേണ്ടത്. ജൂൺ 30 വരെ സമയമുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഉറപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് അത് വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒറ്റത്തവണയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിലാണ് അത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ മാസത്തെ പെൻഷൻ വിതരണം 25 തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക. 2 ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 4 മുതൽ ആരംഭിച്ച മെയ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ മാസം മെയ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ടുള്ളവർക്ക് ഈ മാസം ലഭിക്കില്ല. ബാക്കിയുള്ളവരെല്ലാം ഈ മാസം 30 മുമ്പ്, 31 ഞായറാഴ്ചയാണ്, 30 മുമ്പ് പോയിട്ട് റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈകോയിൽ നിന്നും ബക്രീദ് സ്പെഷ്യൽ കിറ്റ് വാങ്ങാവുന്നതാണ്. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ള കിറ്റ് 1001 രൂപയുടെ സാധനങ്ങളാണ് 850 രൂപക്ക് വാങ്ങാൻ കഴിയുക. കിറ്റിൽ 3 കിലോ ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി അപ്പപ്പൊടി 1 കിലോ, ശബരി ഗോൾഡൻ ടീ 250 ഗ്രാം, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിങ്ങനെ 10 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് വാങ്ങാൻ കഴിയുക. 850 രൂപക്കാണ് ഇത് വാങ്ങാൻ കഴിയുക. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഈ സാധനങ്ങൾ കൂടി വാങ്ങാം. കടല, പയറ്, ഉഴുന്ന്, മല്ലി, മുളക്, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, മട്ടരി, കുറുവരി, ജയ അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി ഇനങ്ങളും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് ബക്രീദ് സ്പെഷ്യൽ കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. 18 തീയതി ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 26 വരെ ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.